ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ പുതിയൊരു സബ്ജക്റ്റ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾക്ക് മാർക്കറ്റിൽ നിരവധി പ്രൊജക്റ്റുകളുണ്ട്, നിരവധി ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം ഉണ്ട്, നിരവധി സ്റ്റേക്കിംഗ് പ്ലാനുകളുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരിക്കലും സ്റ്റോപ്പ് ആകാൻ ചാൻസ് ഇല്ലാത്ത, എല്ലാ ദിവസവും നമുക്ക് വരുമാനം ലഭിക്കുന്ന ഒരു പ്രൊജക്റ്റിനെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. NFT കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നോൺ ഫഞ്ചബിൾ ടോക്കൺ. വിക്കിപീഡിയയിൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും എന്താണ് നോൺ ഫഞ്ചബിൾ ടോക്കൺ. ഇത് ഒരു ക്രിപ്റ്റോഗ്രാഫിക് ഫോമിലുള്ള ഒരു ഡിജിറ്റൽ അസറ്റ് ആണ്. എന്നാൽ ക്രിപ്റ്റോ കറൻസി അല്ല എങ്കിൽ പോലും എന്താണ് നമുക്ക് ഈ NFT എന്നൊരു ബേസിക് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ എന്താണ് ബിസിനസ് പ്ലാൻ എന്നും എല്ലാ കാര്യങ്ങളും പറയാം. ഒരു ക്രിപ്റ്റോഗ്രാഫിക് അസറ്റ് ആണ് ഇത്. പല മോഡലിലാകാം, ഒന്നിൽ മ്യൂസിക് ആകാം, അല്ലെങ്കിൽ ആർട്ട് ആകാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള NFTകൾ മാർക്കറ്റിലുണ്ട്. നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഓപ്പൺ സീ എന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ ഒരു സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും NFTയുടെ മാർക്കറ്റ് പ്ലേസ് ആണ്. ഇവിടെ നിരവധി NFTകൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സൈറ്റിൽ. ഇതിന് ഓരോന്നിന്റെയും വില വെച്ചിരിക്കുന്നതൊക്കെ കാണാം. ആർട്ടുകളാണ് ഇതെല്ലാം. ഞാൻ ഈ ഒരു ആർട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇതിന്റെ വില എന്താണെന്ന് നമുക്ക് നോക്കാം. 7412 ഇത് ഈ ഒരു ആർട്ടിന്റെ വിലയാണ്. $33,500 വിലയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങാം. വാങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ വില കൂട്ടി വേണമെങ്കിൽ ഓഫർ കൊടുക്കാം, വിൽക്കാനായിട്ടിടാം. ഇങ്ങനെയൊക്കെയുള്ള നിരവധി പ്രോഗ്രാമുകൾ ഇതിനകത്തുണ്ട്, ഓപ്പൺ സീലുണ്ട്. അപ്പോൾ ഇവിടെ വലിയ വിലയാണ്. നമുക്കൊരു $33,000 എടുക്കുക. അതുകൊണ്ട് ഈ സൈഡിൽ കാണുന്നതൊക്കെ ഓരോ ദിവസത്തെ ബൈയും സെല്ലും നടക്കുന്ന NFTകളാണ്. NFT ഒരിക്കൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. നമ്മുടെ കയ്യിൽ നിന്ന് ഏറ്റൊരു വ്യക്തി വാങ്ങും. ഇനി അതേപോലെ തന്നെ ടോപ്പിലുള്ള NFT പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണെന്ന്, ഇത് ഗോയിൻ ഗെഗോ ആണ്. ഈ ഒരു സൈറ്റിൽ കയറിയാൽ നമുക്ക് കാണാൻ പറ്റും ടോപ്പ് NFT കളക്ഷൻ പ്രൈസസ് റാങ്ക്ഡ് ബൈ മാർക്കറ്റ് ക്യാപ്പിൽ. NFTയുടെ ദ ഗ്ലോബൽ NFT മാർക്കറ്റ് ക്യാപ് ടുഡേ ഇന്നത്തെയാണ് $4.19 ബില്യൺ. ഇന്നത്തെ 24 അവറിന്റെ വോളിയം എന്ന് പറയുന്നത് $6.2 മില്യൺ. ഇവിടെ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഏത് NFT ആണ് എല്ലാം ഇവിടെ കാണുന്നുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ വിലയിലുള്ള NFT ഏതാണെന്ന് നമുക്ക് ഇവിടെ നോക്കി അറിയാം. ഈ ഒരു പേജ് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഹയസ്റ്റ് പ്രൈസ് NFT സ്റ്റാറ്റ്സ്, അതായത് ഏറ്റവും ഹയസ്റ്റ് പ്രൈസിലുള്ള NFTകളൊക്കെ മിന്റ് ചെയ്യുന്ന അവരുടെ വോളിയത്തെ കുറിച്ചാണ് ഈ കാണിക്കുന്നത്. മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്, ആവറേജ് പ്രൈസ് എത്രയാണ്, സെൽ എത്രയാണ്, അതിനകത്ത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ഇതെല്ലാം കാണിക്കുന്നുണ്ട്. മോസ്റ്റ് എക്സ്പെൻസീവ് NFT എവർ സോൾഡ് ഇനി 2025 വിറ്റതിനെ കുറിച്ചാണ്. ഏറ്റവും വില കൂടിയത് ഏതാണ് ഇവിടെ പറയുന്നുണ്ട്. NFT മാർക്കറ്റ് ഹാസ് ഗ്രോൺ ഇൻടു $multi-billion ഇൻഡസ്ട്രി. ഇവിടെ 2021 41 ബില്യൺ വരെ റീച്ച് ആയതാണ്. ദ മെർജ് എന്നത് ഒരു ബൈ പാക്ക് എന്നൊരു വ്യക്തിയാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തത്, അല്ലെങ്കിൽ ഇത് മിന്റ് ചെയ്തുണ്ടാക്കിയത്. അത് ഏറ്റവും ഹയസ്റ്റ് സോൾഡ് 2021 വിറ്റത് $91.8 മില്യൺ. നമുക്കൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. എന്താണ് അതിന്റെ പടം എന്ന് ഞാനൊന്ന് കാണിക്കാം. നമ്മൾക്ക് അതിശയിച്ചു എന്താണ് ദ മെർജ് എന്ന ആ ഒരു പടത്തിന് ഇത്രയും വില, $91.8 മില്യൺ വില എന്താണ്. ഈ കാണുന്ന ഈ ഒരു NFTയുടെ വിലയാണ് ഇവർ പറഞ്ഞത് $91.8 മില്യൺ വിലയാണ്. ഇതേപോലെ തന്നെ സെയിം ആയിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ലോഞ്ച് ആയിട്ടുണ്ട്. ആ ഒരു പ്രൊജക്റ്റിലൂടെ നമുക്ക് ഓരോ ദിവസവും NFT വാങ്ങാം. വാങ്ങിയതിന് ശേഷം ആ ഒരു സിസ്റ്റം തന്നെ അത് സെല്ലിലേക്ക് ഇടും. മാർക്കറ്റ് പ്ലേസ് ആയതുകൊണ്ട് അവർക്ക് സെല്ലിലിടും. സെല്ലിലിടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കമ്പനി അത് ഇടുന്നത് ഒന്നില 5% വില കൂട്ടിയാണ്, അല്ലെങ്കിൽ 10% വില കൂട്ടിയാണ് എങ്കിൽ പോലും നമുക്ക് അവിടെ ഒരു പാക്കേജ് അടിസ്ഥാനത്തിൽ നമുക്ക് അതിന്റെ പ്രോഫിറ്റ് അവർക്ക് ഹൈ വാല്യൂവിൽ വിൽക്കുന്ന അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് ആണ് തരുന്നത്. അല്ലാതെ മറ്റുള്ള ഫേക്ക് ട്രേഡ് ചെയ്തോ ഒന്നുമല്ല. നമുക്ക് ഇതിന്റെ ട്രാൻസാക്ഷൻസ് ഫുൾ ആയിട്ട് നമുക്ക് ബ്ലോക്ക് ചെയിനിൽ കാണാൻ പറ്റും. അത്രയ്ക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. ഇന്നത്തെ ഈ വീഡിയോയിൽ അതാണ് അവതരിപ്പിക്കുന്നത്. ഇതിന്റെ പേര് എന്ന് പറയുന്നത് നമ്മളൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും, ഒരു കാർട്ടൂണിനൊക്കെ കേട്ടിട്ടുണ്ടാവും, പോപ്പൈ വേൾഡ്. പോപ്പൈ വേൾഡ് എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് ഇവർ ലോഞ്ച് ചെയ്തത്. മോസ്റ്റ് പോപ്പുലർ മ്യൂസിക് കളക്ഷൻ, മോസ്റ്റ് പോപ്പുലർ ആർട്ട് കളക്ഷൻ, ഇതൊക്കെ NFTയിൽ വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ കാണാം. എന്താണ് ഇവരുടെ NFT പ്രൊജക്റ്റുകൾ എന്നൊക്കെ. ഇപ്പൊ ഈ ഓരോരോ NFTകളെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ NFT ആണ്, ഓരോരോ NFTകളാണ്. ഇവിടെ ഹൈ ക്വാളിറ്റി NFT കളക്ഷൻസ് നമുക്ക് ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഓരോന്നോരോന്ന് കാണും. ഇത് പോപ്പൈ ആണ്. ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. ഇതിന്റെ ബിസിനസ് പ്ലാൻ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് ഒരിക്കലും സ്കാം ആകാൻ ചാൻസ് ഇല്ല. കമ്പനി ഒരിക്കലും നിർത്തിപ്പോകേണ്ട കാര്യമില്ല. കമ്പനിക്ക് ഓരോ സെല്ലിങ്ങിലും അവർക്ക് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ കമ്പനിക്ക് ഒരിക്കലും ഇത് സ്കാം ചെയ്യുകയോ നിർത്തിപ്പോകുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം മതി. ഭയങ്കര ലാഭമാണ് അവർക്ക് കിട്ടുന്നത്. ഇനി ഇവിടെയുള്ള കളക്ഷൻസ് ഒക്കെയാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഓരോരോ NFTകളാണ്. നമ്മൾ തോന്നുന്നു ഇത്രയും ആർട്ടിനൊക്കെ ഇത്രമാത്രം വിലയുണ്ടോ എന്ന്. ഇത് ട്രേഡ് ചെയ്ത് നമ്മൾ കാണിച്ചു. അതിനാണ് ഞാൻ ആദ്യം ഗൂഗിളിൽ നിങ്ങളെ കാണിച്ചത്. ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്.
ഉണ്ട്, ഇതിന്റെ അല്ലെങ്കിൽ ഒരു PDF ഉണ്ട്. ആ PDF ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇനി ഞാൻ PDF ഓപ്പൺ ചെയ്യാം. പോപ്പൈ വേൾഡിന്റെ PDF ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഗെറ്റ് റെഡി ടു സെയിൽ ദ NFT ആൻഡ് മെറ്റാവേഴ്സ് സീസ് വിത്ത് പോപ്പൈ വേൾഡ് NFT ആൻഡ് മെറ്റാവേഴ്സ്. കോണ്ടന്റ്സിനകത്ത് പറഞ്ഞ ഇൻട്രൊഡക്ഷൻ. പോപ്പൈ എ സെയിലർ ഈസ് എ ഫങ്ഷണൽ കാർട്ടൂൺ ക്യാരക്ടർ ക്രിയേറ്റഡ് ബൈ എലൈസ് ക്രിസ്ലർ സേഗർ. ഹി ഫസ്റ്റ് അപ്പിയർഡ് ഇൻ ദ ഡെയിലി കോമിക് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ കാര്യം 2029 വന്നിട്ടുള്ള ഇതിനെ കുറിച്ചാണ് ഇൻട്രൊഡക്ഷൻ. എന്തുകൊണ്ടാണ് പോപ്പൈ എന്ന ഈ ഒരു ക്യാരക്ടർ നമ്മൾ എടുക്കുന്നത്, അതിന്റെ ബേസ് ആണ്. ഇനി ടെക്നോളജി ആൻഡ് ബ്ലോക്ക് ചെയിൻ, അത് NFT യിലേക്ക് മാറ്റി. മെറ്റാവേഴ്സ്, ഇനി ബ്രാൻഡ് കൊളാബറേഷൻസ്, ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. ക്രിയേറ്റ് എ യൂണിക് NFT മാർക്കറ്റ് പ്ലേസ്. ഇവിടെ ഒരു ഞാൻ പറഞ്ഞ രീതിയിൽ പോപ്പൈ വേൾഡ് എന്ന് പറഞ്ഞ ആ NFT മാർക്കറ്റ് പ്ലേസിലാണ് ഇതിനകത്ത് ട്രേഡ് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് ആൻഡ് ഇമർസീവ് മെറ്റാവേഴ്സ് എനേബിളിംഗ് യൂസേഴ്സ് ടു ഇന്ററാക്ട്, പ്ലേ ആൻഡ് ഏൺ ഇൻസൈഡ് ദ പോപ്പൈ വേൾഡ് വിർച്വൽ യൂണിവേഴ്സ്. ഇനി ഇതിനകത്ത് പല പല പ്രൊജക്ടുകൾ വരും. നമുക്ക് വിർച്വൽ ലാൻഡ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മെറ്റാവേഴ്സ് നമ്മൾ VR ക്യാമറയിലൂടെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് റിയാലിറ്റി ഫീൽ ചെയ്യത്തക്ക രീതിയിലുള്ള പല പല കാര്യങ്ങളൊക്കെ ഇനി ഇതിനകത്ത് ലോഞ്ച് ആകുന്നുണ്ട്. പ്ലാറ്റ്ഫോം ആൻഡ് ക്യാപ്പബിലിറ്റീസ്. ബൈനാൻസ് സ്മാർട്ട് ചെയിൻ നെറ്റ്വർക്ക് ബിൽറ്റ് ഓൺ BEP20, ദാറ്റ് ഈസ് ബൈനാൻസ് ചെയിനിലാണ്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്മാർട്ട് കോൺട്രാക്ട്, സെക്യൂർ, ട്രാൻസ്പെറന്റ് ആൻഡ് ഓഡിറ്റബിൾ കോൺട്രാക്ട് ഫോർ ഓൾ ട്രാൻസാക്ഷൻ. നമുക്ക് ഇതിനകത്ത് നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻ, നമ്മൾ ബൈ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാൾ ബൈ ചെയ്യുമ്പോഴും നമ്മുടെ സെല്ല് ആകുമ്പോഴും ഒക്കെ നടക്കുന്ന ട്രാൻസാക്ഷൻ നമുക്ക് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഈ ബൈനാൻസ് സ്മാർട്ട് ചെയിനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇന്ററോപ്പറബിലിറ്റി എന്ന് പറയുന്നത് സപ്പോർട്ട്സ് മൾട്ടി ചെയിൻ ഇന്റഗ്രേഷൻ ഫോർ സീംലെസ് ട്രാൻസ്ഫേഴ്സ്. ഇത് മൾട്ടി ചെയിൻ ഇന്റഗ്രേഷനിലേക്കാണ്, അതായത് പല ബ്ലോക്ക് ചെയിനിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ലോ ഫീസ്, ഒപ്റ്റിമൈസ്ഡ് ഫോർ മിനിമൽ ട്രാൻസാക്ഷൻ കോസ്റ്റ്, എൻഷുറിംഗ് അക്സസിബിലിറ്റി ഫോർ ഓൾ യൂസേഴ്സ്. വളരെ തുച്ഛമായ ഫീസ് മാത്രം മതി ഇത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്. ഇനി പോപ്പൈ NFT യെ കുറിച്ച് പറയുന്നതാണ്. പോപ്പൈ NFT മാർക്കറ്റ് പ്ലേസ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ദ എക്കോസിസ്റ്റം വേർ യൂസേഴ്സ് ക്യാൻ ബൈ ആൻഡ് സെൽ NFT. അതായത് പോപ്പൈയുടെ മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് ബൈയും സെല്ലും ചെയ്യാം. ട്രേഡ് ഇൻക്ലൂസീവ് പോപ്പൈ തീംഡ് ഡിജിറ്റൽ കളക്ടബിൾസ്. മിന്റ് കസ്റ്റം NFTs. ക്രിയേറ്റ് പേഴ്സണലൈസ്ഡ് NFTs ബേസ്ഡ് ഓൺ പോപ്പൈ ആൻഡ് ഹിസ് ലെജൻഡറി വേൾഡ്. ലിമിറ്റഡ് എഡിഷൻ ഡ്രോപ്സ്. പാർട്ടിസിപ്പേറ്റ് ഇൻ എ സ്പെഷ്യൽ റിലീസ് ഫീച്ചറിംഗ് റെയർ ആൻഡ് വാല്യുബിൾ പോപ്പൈ NFTs. Each NFTs has intrinsic value, utility in the metaverse and staking benefits, ensuring a thriving digital economy. പോപ്പൈ മെറ്റാവേഴ്സിനെ കുറിച്ച് പറയുന്ന ഇതാണ്. പോപ്പൈ വേൾഡ് എക്സ്പാൻഡ് ബിയോണ്ട് NFT by introducing an interactive metaverse where you can, ഇവിടെ എന്താണ്, ഓൺ ഡിജിറ്റൽ ലാൻഡ്, പർച്ചേസ് വിർച്വൽ ടെറിട്ടറീസ് വിത്ത് പോപ്പൈ യൂണിവേഴ്സ്. പോപ്പൈ മെറ്റാവേഴ്സിൽ തന്നെ നമുക്ക് ഡിജിറ്റൽ ലാൻഡ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനി പാർട്ടിസിപ്പേറ്റ് ഇൻ അഡ്വഞ്ചർ, എക്സ്പ്ലോർ തീംഡ് ക്വസ്റ്റ്, ചലഞ്ചസ് ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻസ്, ട്രേഡ് വിർച്വൽ അസറ്റ്സ്, എക്സ്ചേഞ്ച് ഡിജിറ്റൽ ഗുഡ്സ്, ഇൻ-ഗെയിം ഐറ്റംസ് ആൻഡ് കളക്ടബിൾസ്, ഏൺ വൈൽ പ്ലേയിങ്, യൂട്ടിലൈസ് NFTs in the metaverse to generate passive income. ഇവിടെ പല ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഇതൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതുവരെ NFT മാത്രമാണ് ഇവിടെ ലോഞ്ച് ആയത്. മെറ്റാവേഴ്സ് എന്നാൽ ഇനി ഇതിന്റെ മെമ്പേഴ്സ് ഒക്കെ കൂടുന്ന അനുസരിച്ച് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ജോയിനിങ് പോപ്പൈ വേൾഡിൽ എങ്ങനെയാണ് നമുക്ക് ജോയിൻ ചെയ്യുന്നത്? ട്രേഡ് NFTs. നമ്മളിവിടെ ട്രേഡ് ചെയ്യണം, NFT യുടെ ട്രേഡ് ചെയ്യുന്നത്. ഡബിൾ യുവർ മണി വിത്ത് യുവർ പവർ ഓഫ് കോമ്പൗണ്ടിങ്. നമുക്കറിയാം പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് ലോക അത്ഭുതങ്ങളിൽ 8ാമത്തെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്നാണ് പറയുന്നത്. നമ്മൾ 7 അത്ഭുതങ്ങളെ കുറിച്ച് കേട്ട് 8ാമത് പറയുന്നത് പവർ ഓഫ് കോമ്പൗണ്ടിങ്. അതായത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ വലിയ ലാഭം നേടാൻ പറ്റും. ഇവിടെ പല പാക്കേജുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പാക്കേജ് 1 എന്ന് പറയുന്നത് പാക്കേജ് പ്രൈസ് $50 മുതൽ $500 വരെയാണ്. പല രീതിയിൽ പല വിലയിലുള്ള NFTകൾ നമുക്ക് ഇവിടെ കിട്ടും. ഡെയിലി ഏണിംഗ് അപ് ടു 1% വരെയാണ് നമുക്ക് ഡെയിലി പ്രോഫിറ്റ് ലഭിക്കുന്നത്. ഇനി പാക്കേജ് 2ലാണെങ്കിൽ $501 മുതൽ $1500 വരെയാണ് ഡെയിലി ഏണിംഗ് അപ് ടു 1.25. ഇനി പാക്കേജ് 3ൽ പറയുന്നത് $1501 മുതൽ $2500 വരെയാണ് ഡെയിലി ഏണിംഗ് അപ് ടു 1.75 ആണ്. പാക്കേജ് 4ൽ പറയുന്നത് 2501 മുതൽ എബോവ് ആയിട്ടുള്ള പാക്കേജുകൾക്കെല്ലാം അങ്ങനെയാണ് ഡെയിലി ഏർണിംഗ്സ് അപ് ടു 2%. ഡബിൾ യുവർ മണി ഇവിടെ പറഞ്ഞിരിക്കുന്ന പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ്. എക്സാമ്പിൾ $1000 ഒന്നാമത്തെ ദിവസം ഒരു NFT വാങ്ങിയ വ്യക്തി എല്ലാ ദിവസവും സെല്ല് ചെയ്യുന്നു, അതിന്റെ പ്രോഫിറ്റുകളെല്ലാം നേടുന്നു. അത് ക്യാപിറ്റലുമായിട്ട് ആഡ് ചെയ്ത് 10ാമത്തെ ദിവസം ആകുമ്പോൾ 1000
$1118 ആകും 10ാമത്തെ ദിവസം ആകുമ്പോൾ. അത് കോമ്പൗണ്ടിങ് ആണ് ഈ കാണിക്കുന്നത്. 20ാമത്തെ ദിവസമാകുമ്പോൾ $1268 ആകും. 30ാമത്തെ ദിവസം ആകുമ്പോൾ $1430 ആകും. 40ാമത്തെ ദിവസം ആകുമ്പോൾ $1619. ഇനി 50ാമത്തെ ദിവസം ആകുമ്പോൾ $1839 ആകും. 56ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് 2006. നമ്മൾ എത്രയാണ് മുടക്കിയത്? $1000 മുടക്കി. അതിനുശേഷം നമുക്ക് എല്ലാ ദിവസവും ഒരു 1% പ്രോഫിറ്റ് ആണ് ലഭിക്കുന്നതെങ്കിൽ പോലും 56ാമത്തെ ദിവസം ആകുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ഇവിടെ ഡബിൾ ആകും. 2 മാസം കൊണ്ട്, മാക്സിമം 2 മാസം കൊണ്ട് നമുക്ക് ഇവിടെ ക്യാപിറ്റൽ ഡബിൾ ആകുകയാണ്. ഒരുപക്ഷെ പല ആളുകളും ചിന്തിക്കുന്നത് റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് 2 മാസം കൊണ്ട് റിസ്ക് ഫ്രീ ആകും. നമ്മൾ മുടക്കിയ മുതൽ അവിടെ വെക്കുക, പ്രോഫിറ്റ് എടുത്ത് മാറ്റുക, ഈക്വൽ ആയിട്ടുള്ള പ്രോഫിറ്റ് എടുത്ത് മാറ്റുക, നമ്മൾ റിസ്ക് ഫ്രീ ആയി. പല പ്രൊജക്ടുകൾ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ പലതിനും 6 മാസം കൊണ്ടായിരിക്കും ഡബിൾ ആകുന്നത്, അല്ലെങ്കിൽ 1 വർഷം കൊണ്ടായിരിക്കും ഡബിൾ ആകുന്നത്, അല്ലെങ്കിൽ 400 ദിവസങ്ങൾ കൊണ്ടായിരിക്കും ഡബിൾ ആകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പല പല പ്രൊജക്ടുകൾ മാർക്കറ്റിലുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കോമ്പൗണ്ടിങ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 56 ദിവസം കൊണ്ട് നമുക്ക് ഡബിൾ ആകും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി കമ്മ്യൂണിറ്റി ബിൽഡിംഗ്, ഇതുവരെ നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു പാക്കേജ് ബൈ ചെയ്യുന്ന ആളുകൾക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് കിട്ടുന്നത്? ഇവിടെ നമുക്ക് ടീം ഉണ്ടാകും, മറ്റുള്ള കൂട്ടുകാരെയൊക്കെ റെഫർ ചെയ്യുക, അവരോട് പറയുക ഇതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, 1% മുതൽ 2% വരെ ദിവസം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു പ്രൊജക്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് ജെന്യൂൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റിയൽ ആയിട്ടുള്ള NFT ആണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. 2 മാസം കൊണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ ഡബിൾ ആകും. അപ്പൊ നിങ്ങൾ സേഫ് ആയി എന്ന് വേണം നമ്മൾ പറയാൻ. ഇവിടെ കമ്മ്യൂണിറ്റി ബിൽഡിംഗിൽ എന്താണ് ബെനിഫിറ്റ്? ഇവിടെ പാസീവ് ഇൻകം ആണ് കിട്ടുന്നത്. നമ്മുടെ അവിടെ ആക്റ്റീവ് ഇൻകം, നമ്മൾ ഓരോ ദിവസവും ട്രേഡ് ചെയ്യുന്നു. ഇന്ന് വാങ്ങുന്ന NFT 24 ഹവറിൽ അത് ഓട്ടോമാറ്റിക് അത് സെല്ലാകും. അതായത് ബൈയേഴ്സ് അവിടെ വരും. ബൈ ചാൻസ് 24 മണിക്കൂർ സെൽ ആയില്ലെങ്കിൽ കമ്പനി തന്നെ ഇത് ബൈബാക്ക് ചെയ്യും. ബൈബാക്ക് ചെയ്തിട്ട് നമുക്ക് അതിന്റെ പ്രോഫിറ്റും ക്യാപിറ്റലും കൂടെ തിരിച്ചു തരും. ഇത് നമുക്ക് ഏത് സമയത്തും ക്യാപിറ്റൽ വിഡ്രോ ചെയ്യാൻ പറ്റും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇനി നമുക്ക് കമ്മ്യൂണിറ്റി ബിൽഡിംഗിലൂടെ കിട്ടുന്ന പാസീവ് ഇൻകം, ഇത് നമ്മുടെ പാസീവ് ഇൻകം. പാസീവ് ഇൻകം ഇമ്മീഡിയറ്റ് ഇൻസ്റ്റന്റ് വിഡ്രോവലാണ്. നമ്മുടെ ടോക്കൺ പോക്കറ്റ് എന്ന വാലറ്റുമായിട്ടാണ് ഇതിനെ കണക്ട് ചെയ്യേണ്ടത്. ഇൻസ്റ്റന്റ് വിഡ്രോവലാണ് ഇവിടെ. ഇനി ലെവൽ 1ൽ 12%. അവർ മുടക്കുന്ന ക്യാപിറ്റലിലല്ല, അവർക്ക് ഓരോ ദിവസം കിട്ടുന്ന പ്രോഫിറ്റിന്റെ 12% നമുക്ക് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ എത്ര പേരെ വേണമെങ്കിലും ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യാം. ഡയറക്റ്റ് അൺലിമിറ്റഡ് ആളുകളെ നിങ്ങളുടെ റെഫറലിൽ ജോയിൻ ചെയ്യും. അവരൊക്കെ നിങ്ങളുടെ ഫസ്റ്റ് ലെവലിലാണ് വരുന്നത്. അവർക്കൊക്കെ ഓരോ ദിവസം കിട്ടുന്ന വരുമാനത്തിന്റെ 12% എല്ലാ ദിവസവും അവരെന്നൊക്കെ അത് ബൈ ചെയ്ത് സെല് ചെയ്യുന്നുണ്ട്, അവർക്ക് എന്നൊക്കെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അന്നെല്ലാം നമുക്കും അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 12% കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ലെവൽ 2ൽ 6%. ഇവിടെ പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 2 മെമ്പേഴ്സ് എങ്കിലും ഉണ്ടെങ്കിലാണ് സെക്കൻഡ് ലെവലിലെ ബെനിഫിറ്റ് കിട്ടുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 4 മെമ്പേഴ്സ് എങ്കിലും ഉണ്ടെങ്കിൽ തേർഡ് ലെവലിൽ നിന്ന് 5% ലഭിക്കുന്നത്. ഇനി 4ാമത്തെ ലെവലിൽ വരുമാനം ലഭിക്കണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 7 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പം 4ാമത്തെ ലെവലിൽ നിന്നുള്ള 4% ലഭിച്ചുകൊണ്ടേയിരിക്കും എല്ലാ ദിവസവും. ഇനി 5ാമത്തെ ലെവലിലെ വരുമാനം ലഭിക്കണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 10 മെമ്പേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. 3% എല്ലാ ദിവസവും നമുക്ക് ലഭിക്കുന്നത്. ഇനി 6 മുതൽ 10 വരെയാണെങ്കിലും 15 ഡയറക്റ്റ് റെഫറൽ മതി. പക്ഷെ ഈ അത്രയും ലെവലുകൾ, ഈ 5 ലെവലുകൾ 6, 7, 8, 9, 10 2% വീതം നമുക്ക് കണ്ടിന്യൂ ലഭിച്ചുകൊണ്ടിരിക്കും. എന്ന് വരെ അവരുടെ ക്യാപിറ്റൽ ഉണ്ട്, എന്ന് വരെ അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അന്ന് വരെ നമുക്കും വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കും. ഇനി 11ാമത്തെ ലെവൽ മുതൽ 20ാമത്തെ ലെവൽ വരെ 1% കണ്ടീഷൻസ് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ 15 ഡയറക്റ്റ് റെഫറൽ മാത്രം മതി. അവിടെ നിന്നും 20 ലെവലുകളിൽ നമുക്ക് വരുമാനം, നമുക്ക് വലിയൊരു ടീം ഉണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ഇൻകം ഇവിടുന്ന് ഏൺ ചെയ്യാൻ പറ്റും. ഇനി റാങ്കിങ്ങിന്റെ ഒരു അഡീഷണൽ വരുമാനം വീണ്ടും ഉണ്ട്. ഇൻക്രീസ് യുവർ ഏണിംഗ് ബൈ ഗെറ്റിംഗ് സാലറി എവരി മന്ത്. ഇവിടെ സാലറി പറയുന്നുണ്ട്, അതുപോലെ തന്നെ പാസീവ് ഇൻകവും നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ചാർട്ടിൽ 2 ബെനിഫിറ്റുകളാണ് കാണിക്കുന്നത്. ഇവിടെ റാങ്ക് ആണ് 1 തൊട്ട് 8 റാങ്കുകൾ. 1ാമത്തെ റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ കണ്ടീഷൻസ് ഒന്നും പറയുന്നില്ല. ടേൺ ഓവർ, നമ്മുടെ എൻ്റെ ടീമിന്റെ ടേൺ ഓവർ $10,000 വന്നു കഴിഞ്ഞാൽ 5%. നമ്മൾ നേരത്തെ 20 ലെവലുകളിലെ വരുമാനത്തെയാണ് പറഞ്ഞത്. ഇവിടെ അൺലിമിറ്റഡ് 20 കഴിഞ്ഞ് 21, 25, 50, 100 ലെവലുകളിലായിക്കോട്ടെ, അവർക്കൊക്കെ ഓരോ ദിവസം ലഭിക്കുന്ന വരുമാനത്തിന്റെ 5% വീതം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. കൂടാതെ മന്ത്ലി സാലറി ആയിട്ട് 10,000ന്റെ ടേൺ ഓവർ ആയിട്ടുണ്ടെങ്കിൽ മന്ത്ലി സാലറി നമുക്ക് $50 അഡീഷണൽ വീണ്ടും ലഭിക്കും. റാങ്ക് 2ൽ എത്തണമെന്നുണ്ടെങ്കിൽ 1ാമത്തെ റാങ്കിൽ എത്തിയിട്ടുള്ള 2 മെമ്പേഴ്സ് നമ്മുടെ 2 ഡിഫറന്റ് ലെഗുകളിലായിട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് ടേൺ ഓവർ എത്ര വേണം? 20,000. നമുക്ക് 2 റാങ്ക് 1 അച്ചീവേഴ്സ് വരുമ്പോൾ തന്നെ ഓൾറെഡി നമുക്ക് 20,000ത്തിന്റെ ടേൺ ഓവർ ആകും. അപ്പൊ നമുക്ക് ലഭിക്കുന്ന എന്താ? എൻ്റെ ടീമിൽ നിന്ന് 10%. നമുക്ക് നേരത്തെ 5% ലഭിച്ചു, ഇവിടെ 10%. പക്ഷേ റാങ്ക് 1
എത്തിയിട്ടുള്ള 2 മെമ്പേഴ്സ് ഉണ്ട്. അവരുടെ ആ സിംഗിൾ ലെഗിൽ നിന്ന് 2 ലെഗുകളിലായിരിക്കും. ആ ലെഗിലുള്ളത് 5% വീതം അവർക്കാണ് കിട്ടുന്നത്. ഡിഫറന്റ് ആയിട്ടുള്ള 5% നമുക്ക് കിട്ടുന്നത്. പക്ഷേ ബാക്കിയുള്ള നമ്മുടെ എല്ലാ ടീമിൽ നിന്നും 10% വീതം ലഭിക്കും. കൂടാതെ സാലറി ആയിട്ട് $100 ലഭിക്കും. മൂന്നാമത്തെ റാങ്ക് നമ്മൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ടേൺ ഓവർ 50,000 ഉണ്ടായിരിക്കണം. പക്ഷേ കണ്ടീഷൻ ഇവിടെയാണ്, റാങ്ക് 2 അച്ചീവ് ചെയ്തിട്ടുള്ള 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. നമുക്ക് ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? പാസീവ് ഇൻകം 20% ആണ്. അൺലിമിറ്റഡ് ലെവലിലെ ഓരോ ദിവസവും ആളുകൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 20% നമുക്ക് കിട്ടുകയാണ്. ഭയങ്കര വരുമാനമാണിത്. സാലറി ആയിട്ട് $250 ലഭിക്കും. 4ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ 3ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്തിട്ടുള്ള 2 മെമ്പേഴ്സ് നമ്മുടെ ടീമിൽ ഉണ്ടായിരിക്കണം. 2 ഡിഫറന്റ് ലെഗിൽ. നമുക്ക് ടോട്ടൽ ടേൺ ഓവർ $1 ലക്ഷം മതി. 30%. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള റാങ്കുകാർക്കായിരിക്കും ഈ 20 പോകുന്നത്. ഡിഫറൻസ് ആയിട്ടുള്ള 10% ആണ് അവരുടെ ലെഗിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ മറ്റുള്ള ലെഗിൽ നിന്നെല്ലാം നമുക്ക് 30% കിട്ടിക്കൊണ്ടിരിക്കും. സാലറി ഇവിടെ $500 അഡീഷണൽ ഉണ്ട്. ഇനി 5ാമത്തെ റാങ്ക് നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4ാമത്തെ റാങ്കിൽ എത്തിയിട്ടുള്ള 2 മെമ്പേഴ്സ് നമ്മുടെ 2 ലെഗുകളിൽ ഉണ്ടായിരിക്കണം. നമുക്കപ്പം 2 ലക്ഷത്തിന്റെ ടേൺ ഓവർ ആണ് വേണ്ടിയ. ടോട്ടൽ ടേൺ ഓവർ 2 ലക്ഷം വേണം. 35% പാസീവ് ഇൻകം. എന്റെ ടീമിലുള്ള ആളുകൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ 35% നമുക്ക് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കും. ഈ റാങ്ക് 4 അച്ചീവ് ചെയ്തിട്ടുള്ള 2 പേരാണെങ്കിൽ അവർക്കായിരിക്കും 30 പോകുന്നത്. ഡിഫറൻസ് ആയിട്ടുള്ള 5% ആയിരിക്കും അവരുടെ ലെഗിൽ നിന്ന് കിട്ടുന്നത്. ബാക്കിയുള്ള എല്ലാ ലെഗിൽ നിന്നും 35% കിട്ടും. ഇവിടെ സാലറി അഡീഷണൽ ആയിട്ട് $100 ലഭിക്കുന്നുണ്ട്. ഇനി റാങ്ക് 6 അച്ചീവ് ചെയ്യണമെങ്കിൽ റാങ്ക് 5 അച്ചീവ് ചെയ്ത 2 മെമ്പേഴ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. 40% പാസീവ് ഇൻകം. $5 ലക്ഷം ടേൺ ഓവർ ആണ്. 5ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്തിട്ടുള്ളവർക്ക് 35% അവർക്കായിരിക്കും ആ ലെഗിൽ നിന്ന് കിട്ടുന്നത്. ഡിഫറൻസ് ആയിട്ടുള്ള 5% നമുക്ക് ലഭിക്കും. ബാക്കിയുള്ള എല്ലാ ലെഗുകളിൽ നമുക്ക് അൺലിമിറ്റഡ് ലെഗുകൾ കാണും. അവിടെ നിന്നൊക്കെ നമുക്ക് 40% വീതം ഓരോരുത്തർക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ 40% നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. സാലറി ആയിട്ട് $2,500 ആണ് ഇവിടെ ലഭിക്കുന്നത്. ഇനി 7ാമത്തെ റാങ്ക് ആണെങ്കിൽ 6ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്ത 2 മെമ്പേഴ്സ് നമ്മുടെ ടീമിൽ ഉണ്ടായിരിക്കണം. ഡിഫറന്റ് ലെഗിൽ 45% ആണ്. $10 ലക്ഷം ടേൺ ഓവർ ഉണ്ടായിരിക്കണം. $5,000 എല്ലാ മാസവും നമുക്ക് സാലറി ആയിട്ട് ലഭിക്കും. നമ്മുടെ താഴെയുള്ള 6ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്തിട്ടുള്ളവർക്കാണ് 40 പോകുന്നത്. ഡിഫറന്റ് ആയിട്ടുള്ള 5% ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ മറ്റുള്ള എല്ലാ ലെഗിൽ നിന്നും നമുക്ക് 45% വീതം ലഭിക്കും. ഇനി 8ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 7ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്ത 2 മെമ്പേഴ്സ് നമ്മുടെ ടീമിൽ ഉണ്ടായിരിക്കണം. നമുക്ക് 50% പാസീവ് ഇൻകം. $25 മില്യൺ ബിസിനസ് വേണ്ടിയത്. 7ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്തതിന് 1 മില്യൺ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ $25 മില്യൺ ബിസിനസ് ആണ് വരേണ്ടത്. അപ്പൊ നമുക്ക് കിട്ടുന്ന സാലറി എവരി ബന്ധ സാലറി $12,500 സാലറി ഉണ്ട്. കൂടാതെ നമ്മുടെ എൻ്റയർ ടീമിൽ അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ 50%. ഒരാൾക്ക് $10 ലഭിക്കുന്നുണ്ടെങ്കിൽ $5 നമുക്കാണ്. എല്ലാ ദിവസവും അത് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ ടീമിൽ എത്രമാത്രം ആളുകൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ടോ അതിന്റെയൊക്കെ 50% നേരെ പകുതി നമുക്ക് ലഭിക്കുകയാണ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നെറ്റ്വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ലാഭമാണ് ഇവിടുന്ന് എടുക്കാൻ പറ്റുന്നത്. ഇതാണ് കണ്ടീഷൻസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഡെയിലി കട്ട് ഓഫ് ടൈം 12 PM GMT ആണ്. ഇന്ത്യൻ സമയം നോക്കുകയാണെങ്കിൽ GMT 12 എന്ന് പറയുന്നത് രാവിലെ 5:30. ഇനി വിഡ്രോവൽ ഇൻ എവരി 24 അവർ. 24 അവറിൽ വിഡ്രോവൽ ഉണ്ട്. ക്യാപിറ്റൽ വിഡ്രോവൽ ആണെങ്കിൽ 72 അവേഴ്സ് ആണ് ക്യാപിറ്റൽ വിഡ്രോ ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന ഡെയിലി ഏർണിംഗ്സിനകത്തൊന്നും പാസീവ് ഇൻകത്തിനകത്തൊന്നും വിഡ്രോ ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആണ് വിഡ്രോവൽ. 5% അഡ്മിൻ ഫീ ഉണ്ട്. പക്ഷെ നമ്മൾ ക്യാപിറ്റൽ വിഡ്രോ ചെയ്യുമ്പോൾ ഫീസ് ഒന്നുമില്ല. കൺക്ലൂഷനിൽ പറയുന്നത് പോപ്പൈ വേൾഡ് ഈസ് മോർ ദാൻ എ ജസ്റ്റ് NFT മാർക്കറ്റ് പ്ലേസ്. ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസീവ് ഡിജിറ്റൽ universe where users can buy, sell, stake and explore with a combination of NFT utility, metaverse innovation and DeFi staking rewards. Popeye World is set to reshape the blockchain entertainment industry. ഇനി പല പ്രോഗ്രാമുകൾ ഇതിലേക്ക് വരും. Join the Popeye revolution today and set sail for financial freedom. ഈ ഒരു പ്രൊജക്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നല്ല വരുമാനമാണ് ലഭിക്കുന്നത്. ഇതിന്റെ പ്ലാൻ കേൾക്കുമ്പോൾ അറിയാം കമ്പനിക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നതിനകത്തും നമുക്ക് വരുമാനം തരുന്നത്. അല്ലാതെ കമ്പനി മണി റോളിംഗ് അല്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പഠിക്കുക. നമുക്കൊരു 2 മാസം കൊണ്ട് തന്നെ നമ്മുടെ ക്യാപിറ്റൽ സേവ് ആണ് കോമ്പൗണ്ടിങ് ആണെങ്കിൽ. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല. നമ്മൾ പല കമ്പനികളും പലരും പറയും ടെൻഷൻ ഉണ്ട്, നമുക്ക് അതാണ് ഇതാണ്, കിട്ടുമോ നാളെ കമ്പനി ഉണ്ടോ ഇല്ലയോ. പക്ഷെ ഇതിന്റെ പ്ലാൻ കേൾക്കുമ്പോൾ അറിയാം ഓരോ ദിവസവും കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നാണ് നമുക്ക് തരുന്നതും ലെവൽ കൊടുക്കുന്നതും എല്ലാം കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് മാത്രമാണ്. അപ്പൊ ഈ ഒരു നല്ല പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. നിരവധി ആളുകളാണ് ഓരോ ദിവസം ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എന്റെ നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ അതിന്റെ കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.